അങ്ങനെ നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജ് കാണേണ്ട ദിവസമാണ് ഇട്ടെന്ന്. പൊന്നോ, രാവിലെ കൂളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോണ്ടല്ലോ ഈ ഒരു ഭക്തിഗാനം കേട്ടപ്പോ എന്ത് വൈബാണെന്നറിയോ. ഉഷാറ് വൈബ് തന്നെ തന്നത്. അങ്ങനെ ഒരു ചായ കുടിച്ച് പോയപ്പോണ്ടല്ലോ ഈ കാണുന്ന വരി ഇപ്പൊ തന്നെ പകുതി കിളിയ പോയി. പറയണ് ഞങ്ങൾ വിചാരിച്ചു ഞങ്ങളായിരിക്കും ആദ്യം വന്ന് അവിടെ വരിയുടെ ഫ്രണ്ടിൽ നിൽക്കാന്ന്. നോക്കുമ്പോണ്ടല്ലോ ഈ കാണുന്ന വരിയാണ്. ഇവരൊക്കെ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് കൂളിയൊക്കെ കഴിഞ്ഞ് വന്നേക്കാണ് ഫസ്റ്റ് കയറാനുള്ള വൈബില്. എന്തായാലും വരി എവിടെ വരി ഉണ്ടെന്ന് നോക്കാനായിട്ട് വന്നു. അപ്പൊ ഉണ്ടോ ഈ കാണുന്ന ജനങ്ങളൊക്കെ ഓടുവാണ്. എന്തിനാണെന്ന് വെച്ചിട്ടാ നമ്മുടെ സൺറൈസ് കാണാനായിട്ടേ. ഞാൻ അതൊക്കെ നോക്കി കുറച്ചു നേരം നിന്നിട്ട് ഇതിങ്ങനെ തിരിച്ച് നടന്നു. അപ്പോഴും വരി കൂടല്ലാണ്ട് കുറയണില്ല. നിറയെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. പിന്നെ ചായക്കടകളും ഭയങ്കര ആക്റ്റീവ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വരി എവിടെയുണ്ടെന്ന് നോക്കാൻ വന്ന് തിരിച്ച് വീണ്ടും പോയപ്പോ ആളുകളൊക്കെ തിരിച്ചു വരുന്നുണ്ട്. കുറെ പേര് അങ്ങോട്ട് തന്നെ നോക്കി നിൽക്കുന്നുണ്ട്. സംഭവം എന്താ ഉണ്ടായെന്ന് വെച്ചാല് ആകാശത്ത് ഇങ്ങനെ രാവിലെ നിറയെ കാർമേഘങ്ങൾ മൂടി കിടക്കായിരുന്നു. അതുകൊണ്ട് സൺറൈസ് അങ്ങോട്ട് കാണാൻ പറ്റിയില്ല. അപ്പൊ എല്ലാവരും നല്ല ശോകാവസ്ഥയിൽ തിരിച്ചാ നടന്നു. അതാണ് ഉണ്ടായത്. 2-3 റൗണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ജനങ്ങളെ നോക്കി നടന്നപ്പോണ്ടല്ലോ നല്ല ദാഹം, ഒരു ചായ കുടിക്കണമെന്ന് വീണ്ടും ഒരു മോഹം തോന്നി. അങ്ങനെ ഒരു ചായക്കടയിൽ കയറിയപ്പോൾ അവിടെ നല്ല തിരക്കാണ്. കാരണം വരി നിൽക്കുന്നവരും പോകുന്നവരും ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ കയറിയിട്ട് ചായ കുടിക്കുക ഇവിടേക്കാണ് കയറണത്. അങ്ങനെ ഞാനൊരു ചായയും ഒരു വടയും കഴിച്ച് പുറത്തിറങ്ങി വീണ്ടും വരി നിന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഈ കാണുന്ന ക്ലാവിൻ്റെ ഒരു ചേട്ടൻ എത്രയോ പൈസ കൊണ്ടു കൊടുത്തു. വർഷത്തിലൊരിക്കൽ ഇവരൊക്കെ കാണുന്നത് നമ്മുടെ തൃശ്ശൂർ പൂരത്തിനാണ് കേട്ടോ. അവരൊന്ന് നോക്കി തല സ്ട്രൈറ്റ് ആക്കിയപ്പോൾ ഉണ്ടല്ലോ ഈ കാണുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. തെലുങ്കന്മാരും കന്നഡക്കാരും തമിഴന്മാരും തമ്മിൽ ഒടുക്കത്തെ കയ്യാങ്കളി. കാരണം ആദ്യം ഞങ്ങൾ വന്നപ്പോൾ ഒരു വരി ഉണ്ടായിരുന്നേ, അത് കഴിഞ്ഞപ്പോൾ 3-4 വരിയായി. അപ്പൊ ബാക്കിൽ നിൽക്കുന്ന തമിഴന്മാർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. അവര് കന്നഡക്കാരും തെലുങ്കന്മാരും ഇട്ട് ചാമ്പലാർന്ന്. മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടായിട്ടുള്ള ഇവിടെ സെക്യൂരിറ്റിമാരൊക്കെ മിന്നായം പോലെ കണ്ടാലായി. ഒടുവില് ഇടയിൽ കയറിയവരെ മാറ്റി നിർത്താൻ വേണ്ടി വന്ന ചേച്ചിമാര് നാണം കെട്ട് പോവാണ്ടായത്. സുഖനിദ്രയൊക്കെ കഴിഞ്ഞ് പതുക്കായം പാടി വന്നവര് ഇടയിൽ കയറി നിന്ന് വിജയിക്കും ചെയ്തു. അപ്പൊ പറഞ്ഞു വരുന്നത് നമുക്ക് ഇവിടെ വന്ന് ഗ്ലാസ് ബ്രിഡ്ജ് കയറാൻ ബോട്ടിന്റെ ഉള്ളിൽ കയറുന്നവരെ ആരോഗ്യം കൊണ്ടുള്ള കളിയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇവരാണ് ഗായ്സ് ഇടയിൽ കയറി അലമ്പാക്കിയത്. നമ്മളും അവരും തമ്മിൽ ജാതി അലമ്പായിരുന്നു. ഈ ഫാമിലി ഈ ഒരു ഷർട്ടില് ബ്ലൂവും പിന്നെ ഈ ഫോൺ സംസാരിക്കുന്നത് ചേച്ചും അവരെ ഞങ്ങൾ മാക്സിമം തള്ളി മാറ്റമൊക്കെ ചെയ്യും, കയ്യാങ്കളി. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, അവര് കയറി പോയി ചെയ്തു. അപ്പോൾ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. രാവിലെ തന്നെ ഇമ്മാതിരി തിരക്കാണ്. കാരണം 7:45 ഇവിടെ ഓപ്പണിങ്. വൈകിട്ട് 4 മണി വരെയാണ്. 7:45 തന്നെ ആളുകൾ, അതായത് പുലർച്ചയ്ക്ക് തന്നെ വന്ന് നിന്നിട്ട് ക്യൂ നിന്നിട്ടാണ് ഇപ്പോൾ ഇവരൊക്കെ കയറാൻ നോക്കുന്നത്. 2 റേഞ്ചിലുള്ള ടിക്കറ്റാണുള്ളത്. ഈ കാണുന്ന വരി 300 രൂപയുടെയും നിറയെ ആളുകളുള്ള ഈ ഒരു വരി 75 രൂപയാണുള്ളത്. 300 രൂപ എന്ന് കേൾക്കുമ്പോൾ വ്യത്യാസം ഉള്ളതല്ലാതെ യാതൊരു പ്രിഫറൻസും ആ ടിക്കറ്റിനില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതിരാവിലെ വന്ന് വരി നിൽക്കുകയാണെങ്കിൽ സുഖസുന്ദരമായിട്ട് 75 രൂപയുടെ ടിക്കറ്റിൽ നമുക്ക് എല്ലാം കണ്ടിട്ട് വരാം. അതുപോലെ കുടിക്കാൻ 2 ബോട്ടിൽ വെള്ളം കയ്യിൽ വെക്കുന്നത് നന്നായിരിക്കും. കിട്ടി അറ്റം വരെ എത്തണം. എന്നിട്ട് നമ്മള് അതിൻ്റെ ഉള്ളിലേക്ക് ഇതാ ബോട്ട് എടുക്കണേ. ബോട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് വേണം അവിടേക്ക് പോകാൻ. ഇതാണ് ടിക്കറ്റ് കണ്ടത്. നമ്മള് പുറത്തേക്ക് വന്നു. ബോട്ടിന്റെ അടുത്തേക്ക് ഇതാ പോവാണ്. അവിടെയാണ് ബോട്ടുകൾ കിടക്കുന്നത്. അവിടേക്കാണ് നമുക്ക് പോകേണ്ടത്. വിവേകാനന്ദ പാറയുടെ അടുത്തേക്കാണ് പോകേണ്ടത്. നമുക്ക് ഗ്ലാസ് ബ്രിഡ്ജ് അവിടെ എല്ലാവരും നടന്ന് കാണുന്നുണ്ട്. ബോട്ടിലേക്കാണ് നമ്മൾ കയറേണ്ട. ആളുകൾ കണ്ട് മടങ്ങി വരുന്നത് കണ്ട അറ്റത് ആളുകൾ മടങ്ങി വരുന്നവരാണ്. അങ്ങോട്ട് മുകളിലേക്ക് കയറി പോകുന്നത്. ഗായ്സ് നമ്മളിതാ കയറാൻ പോവാണ്. അവിടെ ജാക്കറ്റ് മേടിച്ച് അകത്തിക്കും തിരക്കാണ് ജാക്കറ്റ് മേടിക്കാൻ. ജാക്കറ്റ് മേടിച്ചാലാണ് കയറാൻ പറ്റുള്ളൂ. പോകുന്നവരോട് എനിക്കിനി പറയാനുള്ളത്, തലേ ദിവസം നേരത്തെ കിടന്നുറങ്ങി രാവിലെ നേരത്തെ എഴുന്നേറ്റ് വരി നിന്ന് 75 രൂപയുടെ ടിക്കറ്റിൽ കയറുന്നതായിരിക്കും ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. അതും ഗേറ്റിന്റെ മുമ്പിൽ ഫസ്റ്റ് വരിയിൽ നിൽക്കാൻ പറ്റിയാൽ അത്രയും നല്ലത്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ എക്സ്പീരിയൻസ്. ഈ ബോട്ടിൽ കയറിയിട്ടുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ. അതുവരെ ബായ്.